1960 ഓഗസ്റ്റ് 9-നാണ് യൂത്ത് കോൺഗ്രസ് രൂപീകരിച്ചത്. അതൊരു ഇതിഹാസ രൂപീകരണം ആയിരുന്നു. ഇന്ദിരാഗാന്ധിയുടെ നേതൃത്വത്തിലാണ് യൂത്ത് കോൺഗ്രസ് രൂപീകരിച്ചത്. കോൺഗ്രസിലേക്ക് യുവാക്കളെ ആകർഷിക്കുക എന്നതായിരുന്നു യൂത്ത് കോൺഗ്രസിൻ്റെ രൂപീകരണ ലക്ഷ്യം. കഴിഞ്ഞ ഓഗസ്റ്റ് 9-നായിരുന്നു യൂത്ത് കോൺഗ്രസിൻ്റെ സ്ഥാപക ദിനം. ആ 9-ന് തിരുവനന്തപുരത്ത് ഒരു സംഭവം നടന്നു. തിരുവനന്തപുരം ജില്ലാ വൈസ് പ്രസിഡന്റ് ബിഷ്ണു AP രാജിവെച്ചു യൂത്ത് കോൺഗ്രസിൽ നിന്ന്. കോൺഗ്രസിൻ്റെ പ്രാഥമിക അംഗത്വവും അദ്ദേഹം രാജിവെച്ചു. യൂത്ത് കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റും രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ആത്മമിത്രവും വലം കൈയുമായ നേമം സജീറിന് രാജിക്കത്ത് നൽകിയാണ് അദ്ദേഹം കോൺഗ്രസിൻ്റെ പടിയിറങ്ങിയത്. രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ എല്ലാമാണ് നേമം സജീറിനെതിരെ ഗുരുതരമായ ആരോപണം ഉന്നയിക്കുന്നു അദ്ദേഹം രാജിക്കത്തിൽ. അദ്ദേഹത്തിൻ്റെ രാജിക്കത്ത് പിന്നീട് അദ്ദേഹം തന്നെ സോഷ്യൽ മീഡിയയിലൂടെ പ്രചരിപ്പിച്ചു. താൻ പട്ടികജാതി പട്ടികവർഗ സമുദായക്കാരനായതുകൊണ്ട് താൻ പ്രതിനിധാനം ചെയ്യുന്ന കഴക്കൂട്ടം മണ്ഡലത്തിലെ ഒരു പരിപാടിക്കും തന്നെ ക്ഷണിക്കാറില്ല എന്ന ഗുരുതരമായ ആരോപണമാണ് ബിഷ്ണു ഉന്നയിച്ചത്. കഴക്കൂട്ടം മണ്ഡലത്തിലെ ഒരു പരിപാടിക്കും എന്നെ പങ്കെടുപ്പിക്കില്ല. SDPIയുടെ അടിമയായി മാറിയിരിക്കുന്നു കോൺഗ്രസ് പ്രസ്ഥാനം. അതുകൊണ്ട് കോൺഗ്രസിൻ്റെ പ്രാഥമിക അംഗത്വവും താൻ രാജിവെക്കുന്നു. ഇനി എങ്ങോട്ടാണ് വിഷ്ണുവിൻ്റെ പോക്ക് എന്നതിനെ പറ്റിയും വിഷ്ണു തന്നെ പറയുന്നുണ്ട്. മറ്റെങ്ങുമല്ല, BJPയിലേക്ക് തന്നെയാണ് വിഷ്ണു പോകുന്നത്. സാധാരണ ഒരു കോൺഗ്രസ്സുകാരൻ പുറത്തു പോയാൽ ഒന്നുകിൽ ഇടതുപക്ഷത്തേക്ക് പോകും, അല്ലെങ്കിൽ തീവ്ര വലതുപക്ഷത്തേക്ക് പോകും. വിഷ്ണു പോകുന്നത് BJPയിലേക്കാണെന്ന് ഒരു സൂചന നൽകുന്നത് ഇതാണ്. SDPIയുടെ അടിമയാണ് കോൺഗ്രസ് എന്നാണ്. യൂത്ത് കോൺഗ്രസിൻ്റെ തിരുവനന്തപുരം ജില്ലാ പ്രസിഡന്റ് നേമം സജീർ മുമ്പ് SDPIക്കാരനാണെന്ന ഒരു ആരോപണം നിലനിൽക്കുന്നു. അതാണ് അതിവിദഗ്ധമാം വിധം വിഷ്ണു സൂചിപ്പിക്കുന്നത്. മറ്റൊന്ന്, SDPIയുടെ അടിമയാണ് കോൺഗ്രസ് എന്ന മുദ്രാവാക്യം വിളിക്കുന്നത് BJPക്കാരാണ്. അതുകൊണ്ട് തന്നെ താൻ BJPയിലേക്ക് തന്നെയാണ് പോകുന്നതെന്ന് ഉറപ്പിച്ച് പറയുന്നു. കോൺഗ്രസിൽ നിലനിൽക്കണമെങ്കിൽ നേതാക്കളുടെ പെട്ടിയെടുക്കണം, ഉന്നത കുലജാതനായിരിക്കണം. ഇതും അദ്ദേഹം പറയുന്നു. ഒരു ഇന്ത്യക്കാരൻ എന്നതുപോലെ കോൺഗ്രസ്സുകാരനായതിൽ താൻ അഭിമാനിച്ചിരുന്നു. പക്ഷേ ഇപ്പോൾ താൻ ദേശീയതയെ സ്നേഹിക്കുന്നു എന്ന് പറഞ്ഞാൽ BJPയെ സ്നേഹിക്കുന്നു എന്നാണ് അർത്ഥം. അതിൽ മറ്റൊരു വ്യംഗ്യാർത്ഥവും ഇല്ല. ഡയറക്റ്റായിട്ട് തന്നെ വിഷ്ണു പറഞ്ഞിരിക്കുന്നു. ഇനി വിഷ്ണു തൻ്റെ അനുയായികളോടൊപ്പം BJPയിലേക്ക് പോകാനുള്ള ജാതകവും കുറിച്ചു കഴിഞ്ഞു എന്നാണ് പൊളിറ്റിക്സ് കേരളയ്ക്ക് അറിയാൻ കഴിയുന്നത്. തിരുവനന്തപുരം ജില്ലയിൽ കോൺഗ്രസിൻ്റെ സ്ഥിതി വളരെ കഷ്ടത്തിലാണ്. പ്രത്യേകിച്ചും യൂത്ത് കോൺഗ്രസിൻ്റെ സ്ഥിതി. യൂത്ത് കോൺഗ്രസിന് പുനർജീവനം നൽകാൻ രാഹുൽ മാങ്കൂട്ടത്തിനും ഷാഫി പറമ്പിലും ഒക്കെ ശ്രമിക്കുന്നുണ്ടെങ്കിലും ഗ്രൂപ്പിസം കൊടികൊത്തി വാഴുന്നു തിരുവനന്തപുരം മുതലുള്ള ജില്ലകളിൽ. തിരുവനന്തപുരത്ത് തിരുവനന്തപുരം കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പിൽ ഒരു തിരിച്ചുവരവിന് ഒരുങ്ങുകയാണ് കോൺഗ്രസ്. അതിനിടയിലാണ് വിഷ്ണു AP പോലെയുള്ള പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിൽപ്പെട്ട നേതാവ് BJPയിലേക്ക് പോകുന്നത്. വിഷ്ണുവിന് പിന്നിൽ ശക്തമായ അണികളുണ്ട്. ആ അണികളും BJPയിലേക്ക് ചേക്കേറാനുള്ള സാധ്യതയാണ് കാണുന്നത്. വിഷ്ണുവിൻ്റെ രാജി ഒഴിവാക്കാമായിരുന്നു. പക്ഷേ വിഷ്ണുവിൻ്റെ രാജി അതേപടി കോൺഗ്രസ് സ്വീകരിക്കുകയും നേമം സജീറിൻ്റെ സ്വന്തം ഇഷ്ടപ്രകാരം വിഷ്ണുവിനെ പുറത്തു പോകാൻ അനുവദിക്കുകയും ചെയ്തു. ഇനിയിപ്പോൾ തിരുവനന്തപുരം കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പിൽ വിഷ്ണു BJP സ്ഥാനാർത്ഥിയായി മത്സരിക്കും എന്ന വാർത്തയും പുറത്തു വരുന്നു. എന്തായാലും വിഷ്ണുവിൻ്റെ കൊഴിഞ്ഞു പോക്ക് തിരുവനന്തപുരത്തെ കോൺഗ്രസിന് വലിയ നഷ്ടം തന്നെയാണ്. തിരുവനന്തപുരത്തെ കോൺഗ്രസ് ഊർദ്ധശ്വാസം വലിക്കുകയാണ്.
ഊർദ്ധശ്വാസം വലിച്ചു കിടക്കുന്ന കോൺഗ്രസിന് വിഷ്ണുവിൻ്റെ കൊഴിഞ്ഞുപോക്ക് തിരിച്ചടി തന്നെയാണ്, അതുറപ്പാണ്. വിഷ്ണുവിന് പിന്നാലെ അദ്ദേഹത്തിൻ്റെ കൂടെയുള്ള അനുയായികളും കോൺഗ്രസിൽ നിന്ന് വിട്ട് BJP-യിലേക്ക് ചേക്കേറും എന്നാണ് പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ.